ഹായ് എവരി വൺ, ദിസ് ഇസ് അഫ്സൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെയാണ് നമ്മളെ എഴുതാൻ പോകുന്നത്, അഥവാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായുള്ള സിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുക, അതിൻ്റെ സ്റ്റെപ്സാണ്. സോ ഈ ഒരു സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോഗ്രാമുകളൊക്കെ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ PDF ശ്രദ്ധിക്കുക. PDF ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുള്ളത് കമൻറ്റ് ലൈനാണ്. കമൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ശരിക്കത് അതിൻ്റെ രൂപം അതിൽ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കമൻറ്റ് ലൈൻ എഴുതുക എന്നുള്ളത്. സ്ലാഷ് സ്റ്റാറ് സ്ലാഷ് അതിൻ്റെ ഇടയിലാണ് എന്താണ് കമൻറ്റ് എന്ന് എഴുതുക. ഓക്കെ, കമൻറ്റ് ലൈൻ എന്ന് കൊടുത്ത് ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്ലാഷ് കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം എന്താണോ കമൻറ്റ് അത് എഴുതുക, അതിനുശേഷം ലാസ്റ്റ് വീണ്ടും എന്തിടുക, സ്റ്റാർ ഇടുക, ദെൻ സ്ലാഷ് ഇടുക. ഓക്കെ, ഇനി എന്തിനാണ് ഈ കമൻറ്റ് യൂസ് ചെയ്യുന്നത്? കമൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മളെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ്. ഓക്കെ, പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാനാണ്. ഈ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എസ്പെഷ്യലായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത് പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ നമുക്കതൊന്ന് കിട്ടും. ഓക്കെ, അപ്പം എന്തിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുക്കാനൊക്കെയാണ് നമ്മൾ കമൻസ് തുടക്കത്തിൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡോക്യുമെൻറ്റേഷന് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് കമൻസ്. ഇനി ഇത് നമ്മളെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കമൻറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതൊക്കെയാണ്. കമൻറ്റ് എന്തിനാണ് നമ്മളെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതിന് ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ കമൻറ്റ് ഇട്ടിട്ട് നമ്മൾ പ്രോഗ്രാം എന്തിനുള്ളതാണ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യും. ദെൻ അതിന് ശേഷം നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആണ്. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ്, ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽസും സിംബോളിക് കോൺസ്റ്റൻസ് ഒക്കെയാണ് നോർമലി നമ്മൾ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുക. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഹെഡർ ഫയലാണ് #include_stdio.h. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ പറയുന്നത്. ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹെഡർ ഫയൽസും അതുപോലെ തന്നെ #define വെച്ച് നമ്മൾ എഴുതുന്ന സിംബോളിക് കോൺസ്റ്റൻസുമാണ്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ച സമയത്ത് തന്നെ ഒരുപാട് കുറേ ഫങ്ഷൻസും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ലൈബ്രറി ആയിട്ട് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറേ ഫങ്ഷൻസ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. അപ്പോൾ ആ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെയൊക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്, ഈ ലൈബ്രറീസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ലൈബ്രറീസിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മളെ പ്രോഗ്രാമിൽ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യില്ല. പ്രിൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താ പ്രിൻറ്റ് ചെയ്യേണ്ടതെന്ന് കൊടുക്കേണ്ടത്. സോ ആ ഫംഗ്ഷനെ ഓൾറെഡി ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത ആളുകൾ എഴുതി വെച്ചതാണ്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ പ്രിൻറ്റ് ചെയ്യുള്ളൂ. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് വിളിച്ചു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ആ ലൈബ്രറി പോയി നോക്കിക്കഴിഞ്ഞാൽ കമ്പൈലറിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പം ആ ലൈബ്രറീസിനെയൊക്കെ നമ്മളെ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്യുക. അതാണ് ശരിക്ക് അസംബ്ലർ ഡയറക്റ്റീവ്സിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് കമൻറ്റ് ലൈൻ എന്തിനാണ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ തന്നെ മെയിനായിട്ട് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമൻറ്റ് ലൈൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനൊക്കെയാണ് അത് ഹെൽപ്ഫുൾ ആവുക. ഓക്കെ, പിന്നെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽസ് അതുപോലെ തന്നെ സിംബോളിക് കോൺസ്റ്റൻസ് ഒക്കെയാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിൽ വരുന്നത്. ഈ സിംബോളിക് കോൺസ്റ്റൻസ് ഒക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. ഹെഡർ ഫയൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കതിനാവശ്യമായുള്ള ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഹെഡർ ഫയൽ എന്നുള്ളത്. ഓക്കെ, അതിനുശേഷം
മൂന്നാമതായിട്ട് വരുന്നത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ഓക്കെ, ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമിലുടനീളം യൂസ് ചെയ്യാൻ പോകുന്ന ചില വേരിയബിൾസ്, അത് ചിലപ്പോൾ നമുക്ക് ആ പ്രോഗ്രാം ത്രൂ ഔട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യാം. ഗ്ലോബലായിട്ട് ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ, മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും. അങ്ങനെ ഡിക്ലെയർ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗ്ലോബൽ ഡിക്ലറേഷൻ, വേരിയബിളിൻ്റെ ഗ്ലോബൽ ഡിക്ലറേഷനാണ് മൂന്നാമത്തെ പാർട്ട്. ദെൻ അതിന് ശേഷമാണ് മെയിൻ ഫംഗ്ഷൻ വരെ. മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ സി പ്രോഗ്രാമിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരൊറ്റ ഫംഗ്ഷനെങ്കിലും നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടാവും, മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനെങ്കിലും. ആ ഒരു മെയിനിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യലും പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനൊക്കെ ആ ഒരു മെയിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പം മെയിൻ ഇല്ലാതെ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന് നമ്മുടെ സി പ്രോഗ്രാമിങ്, ഏത് സി പ്രോഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലുണ്ടാകുന്ന ഒരു ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. ആ മെയിൻ ഫംഗ്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡുകൾ, ആക്ച്വലായിട്ട് നമുക്ക് ചെയ്യേണ്ട ടാസ്കുകൾ എന്താണ്, അതിനാവശ്യമായുള്ള കോഡുകൾ എഴുതുക മെയിൻ പ്രോഗ്രാമിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. സ്റ്റെപ്സ്: ആദ്യം കമൻറ്റ് ലൈനാണ്, നമ്മൾ കമൻറ്റ് ചെയ്ത് വെക്കുന്നു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്നുള്ള ഡോക്യുമെൻറ്റേഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. ദെൻ നമ്മളെ പ്രോഗ്രാമിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസിനെയൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും കോൺസ്റ്റൻസ് നമുക്ക് സിംബോളിക് കോൺസ്റ്റൻസ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിന് താഴെയായിട്ട് നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നു. അതും കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. മെയിൻ ഫംഗ്ഷനിൻ്റെ ഉള്ളിലാണ് നമുക്ക് ലോക്കൽ വേരിയബിൾസും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ, അഥവാ ലോക്കൽ വേരിയബിൾസും സ്റ്റേറ്റ്മെൻറ്റ്സും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആക്ച്വൽ ടാസ്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ടാവും. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ ഈ ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മെയിൻ ഫംഗ്ഷനിൽ കോൾ പോയിട്ടാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ സി ലാംഗ്വേജിലുള്ള ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അതിനൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. നമ്മൾ ഒരു സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം, എങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം സി ലാംഗ്വേജിൽ എഴുതുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എക്സാമ്പിൾ. അപ്പം നോക്കത്ത ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, / ഫസ്റ്റ് സി പ്രോഗ്രാം വിത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് / ഇട്ടുണ്ട്. അപ്പം ആ ഫസ്റ്റത്തെ എന്താണ്, കമൻ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പം. ഓക്കെ, അപ്പം ഈ ഒരു ലൈന് സൂചിപ്പിക്കുന്നത് കമൻറ്റിനെയാണ്. ഇനി കമൻറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. അതല്ലെങ്കിൽ അതിനെ എന്താക്കി മാറ്റില്ല, അതിനെ മെഷീൻ ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മളെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമല്ല. അത് പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാനും വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്സ്റ്റ് മാത്രമാണ് ഈ കമൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ അതിന് ശേഷം താഴെ #include stdio.h എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഹെഡർ ഫയലിൻ്റെ നെയിമാണ് stdio.h. ഓക്കെ, അപ്പം stdio.h എന്തുകൊണ്ട് കൊടുത്തു എന്ന് നമുക്ക് തൊട്ട് താഴെ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ പറയാം. എനിവേ, ഈ #include stdio.h ആണ് എന്ത്, ഹെഡർ ഫയലിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പം രണ്ടാമത്തെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറയുന്നതിൽ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് #include stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. അതിന് താഴെയായിട്ട് ഗ്ലോബൽ വേരിയബിൾസ് ഒന്നും നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എല്ലാ പ്രോഗ്രാമിലൊന്നും എന്തുണ്ടാവില്ല, ഗ്ലോബൽ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്ലോബൽ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇൻറ്റ് മെയിൻ. അവിടെയാണ് മെയിൻ ഫംഗ്ഷൻ. അതാണ് മെയിൻ ഫംഗ്ഷൻ, നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ള മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിലാണ് എന്തുണ്ടാവുക, ആക്ച്വലായുള്ള കോഡ് നമ്മൾ എഴുതുക. ഓക്കെ, അപ്പം ഇൻറ്റ് മെയിൻ എന്ന് എഴുതിയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എഴുതിയിട്ടുണ്ട് പ്രിൻ്റ് എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിൻ്റ് എഫ് ആണ്, പ്രിൻ്റ് എഫ് ഒറ്റ വേർഡായിട്ട് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റ്, ദെൻ അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് വെൽക്കം ടു സി പ്രോഗ്രാമിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, സെമികോളൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെയായിട്ട് റിട്ടേൺ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റിട്ടേൺ 0, എന്നിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h യൂസ് ചെയ്തത്? നമ്മൾ തൊട്ട് മുകളിൽ ഫസ്റ്റ് സി പ്രോഗ്രാം വിത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ഈ പ്രോഗ്രാം നമ്മുടെ ഫസ്റ്റത്തെ സി പ്രോഗ്രാമാണ്. ഇതിൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ എഴുതുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ്. ഇതിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലേ? പക്ഷേ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹെഡർ ഫയലാണ്, പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ്. അത് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്തത് നമുക്ക് മനസ്സിലായിട്ടില്ല, അല്ലേ? അപ്പോൾ ഈ printf എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല, സിസ്റ്റത്തിനും അറിയില്ല, അല്ലേ? printf എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് എക്സ് എന്ന് കൊടുത്തൂടെ, അല്ലെങ്കിൽ പ്രിൻറ്റ് ടി എന്ന് കൊടുത്തൂടെ, നമുക്ക് എന്തും കൊടുക്കാം അവിടെ, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ printf എന്ന് കൊടുത്തത്? printf എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ printf എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ പ്രിൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് printf. അത് നമുക്ക് മനസ്സിലാവില്ല, നമുക്കറിയാത്ത പോലെ, നമുക്ക് മീൻസ് നിങ്ങൾക്ക് ഇതുവരെ സി ലാംഗ്വേജ് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല printf എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് printf യൂസ് ചെയ്ത്. നമുക്കവിടെ പ്രിൻറ്റ് ടി കൊടുത്താൽ പോലെ, അല്ലെങ്കിൽ പ്രിൻറ്റ് എക്സ് കൊടുത്താൽ പോലെ, അല്ലെങ്കിൽ പ്രിൻറ്റ് എം കൊടുത്താൽ പോലെ, ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അതല്ലേ നമുക്ക് ചോദിക്കാമല്ലോ. ഓക്കെ, പക്ഷേ നമ്മൾ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കതൊന്നും അവൈലബിൾ അല്ല എന്ന് പറയാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം printf എന്ന് പറഞ്ഞ ആ ഒരു വേർഡിന് ഒരു മീനിങ് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഈ ഹാഷ് ഇൻക്ലൂഡ് അത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് stdio.h എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയലിൻ്റെ പേര്. ഓക്കെ, stdio.h ആണ് ഹെഡർ ഫയലിൻ്റെ പേര്. അപ്പം stdio.h എന്ന് പറഞ്ഞ ഒരു ഹെഡർ ഫയൽ, ഒരു ലൈബ്രറി ഫയലാണ്. ഓക്കെ, ആ ലൈബ്രറി ഫയലിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് printf എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഈ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് നമ്മളെ പ്രോഗ്രാമിൽ ഇല്ല എന്ന് വിചാരിക്കുക. അഥവാ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഇല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ആവില്ല. കാരണം എന്താണ്? ഈ പ്രോഗ്രാമിനെ കമ്പൈലർ എന്ത് ചെയ്യും? നമ്മൾ കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പം കമ്പൈലർ അസംബ്ലി ലാംഗ്വേജിലേക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഈ printf എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ല. ഓക്കെ, അപ്പം അത് പറഞ്ഞു കൊടുക്കാനുള്ള ആളാണ് ആര്? stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളോട് ഡീഫസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ടേം, ഡീഫസിഫിക്കേഷൻ എന്ന് പറഞ്ഞാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് ലൈബ്രറിയിൽ ഫസ്റ്റ് റാക്കിൽ, ഓക്കെ, നോർത്ത് ബ്ലോക്കിലെ ഫസ്റ്റ് റാക്കിൽ മൂന്നാമത്തെ ബുക്ക് ഫസിഫിക്കേഷൻ ആൻഡ് ഡീഫസിഫിക്കേഷൻ, അതിൽ രണ്ടാമത്തെ പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡീഫസിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിൽ രണ്ടാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഡീഫസിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാവും എന്താ ഡീഫസിഫിക്കേഷൻ. കാരണം നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് നോക്കിയാൽ മതി ലൈബ്രറി പോയിട്ട്, അല്ലേ? ഞാൻ റെഫറൻസ് തരുന്നതുകൊണ്ട്, ഞാൻ റെഫറൻസ് ഒന്നും തരുന്നില്ല, ഞാൻ ഡീഫസിഫിക്കേഷൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അതേപോലെ തന്നെയാണിത്. അപ്പോൾ ഇവിടെ stdio.h എന്ന് പറയുന്നതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈലർ എന്ത് ചെയ്യും? ആ printfനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിലുള്ള ഓരോന്നിനെയും മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h അതുവരെ നമുക്ക് നമ്മുടെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഒക്കെയാണ്. അതിൻ്റെ താഴെയുള്ള ഇൻറ്റ് മെയിനും കാര്യങ്ങളും, അതല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിളും ഇൻറ്റ് മെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഗ്ലോബൽ വേരിയബിളിനെ കൺവേർട്ട് ചെയ്യും, ഇൻറ്റ് മെയിൻ അതിനെ കൺവേർട്ട് ചെയ്യും, ആ ഓപ്പൺ ബ്രേസിനെ കൺവേർട്ട് ചെയ്യും, printfനെ കൺവേർട്ട് ചെയ്യും, റിട്ടേൺ സീറോനെ കൺവേർട്ട് ചെയ്യും. ഇതിനൊക്കെ എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 1ഉം 0 ആയിട്ട് വരിക. പക്ഷേ അത് എന്താണെന്നുള്ള മീനിങ് മനസ്സിലാവണമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം. ആ ആളാണ് ഇവിടെ എന്ത്? stdio.h എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ stdio.hനെ എന്തായിട്ട് കാണണം? printf എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യണമെന്ന് കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുന്ന ആളായിട്ടാണ് stdio.hനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, പിന്നെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞുള്ളത് ഫസ്റ്റ് സി പ്രോഗ്രാം വിത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. അല്ല, ഇവിടെ റിട്ടേൺ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ താഴെ കൊടുത്തിട്ടുണ്ട്? വെൽക്കം ടു സി പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു സി പ്രോഗ്രാമിംഗ്. ഇനി താഴെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. നമ്മൾ ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയും. താഴെ രണ്ടാമത്തെ പ്രോഗ്രാം നോക്കുക. വീണ്ടും ഞാൻ കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് /* സെക്കൻഡ് സി പ്രോഗ്രാം വിത്തൗട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാത്ത രണ്ടാമത്തെ നമ്മുടെ സി പ്രോഗ്രാമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ ഈ പ്രോഗ്രാം നോക്കുക. നമ്മൾ അതിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ആദ്യം നമ്മൾ കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഹാഷ് ഇൻക്ലൂഡ് stdio.h നമ്മുടെ ഹെഡർ ഫയൽ. അതിനുശേഷം ഗ്ലോബൽ വേരിയബിൾസ് ഒന്നുമില്ല, വോയിഡ് മെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷനാണ്. ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ ഞാൻ printf വെൽക്കം ടു സി പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ ഇട്ടു, ദെൻ ബ്രേസ് ക്ലോസ് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ടും വെൽക്കം ടു സി പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമിൽ റിട്ടേൺ 0 ഉണ്ടായിരുന്നു, രണ്ടാമത്തെ പ്രോഗ്രാമിൽ റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അല്ല അല്ലേ. അപ്പം ഫസ്റ്റത്തെ പ്രോഗ്രാം റിട്ടേൺ ചെയ്യുന്ന പ്രോഗ്രാമാണ്, രണ്ടാമത്തെ പ്രോഗ്രാം റിട്ടേൺ ചെയ്യാത്ത പ്രോഗ്രാമാണ്, ഒന്നും റിട്ടേൺ ചെയ്യണില്ല. അപ്പം എപ്പോഴാണ് ഈ റിട്ടേൺ 0 അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വരിക, എപ്പോഴാണ് അത് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാതിരിക്കുക, ഈ രണ്ട് കേസുകളും കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമിൽ മെയിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ മീനിങ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൻ എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ എഴുതുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ അതിൻ്റെ റിട്ടേൺ ടൈപ്പാണ് എഴുതുന്നത്. എന്ത് റിട്ടേൺ ചെയ്യും, റിട്ടേൺ ചെയ്യുന്നത് എന്താണ്, ഇൻഡാണ്. ഇൻഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ ആണ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറാണ് റിട്ടേൺ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻറ്റീജർ നമ്പറാണ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോ ഇൻഡ് എന്ന് മെയിൻ്റെ തൊട്ട് മുന്നിലുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തുള്ളത്, റിട്ടേൺ 0 കൊടുത്തുള്ളത്. കാരണം 0 എന്താണ്, ഒരു ഇൻറ്റീജർ നമ്പറാണ്. ഓക്കെ, അപ്പം ഇൻഡ് മെയിൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, റിട്ടേൺ 0 വേണം. രണ്ടാമത്തെ പ്രോഗ്രാം നോക്കുക, ഇൻഡ് മെയിൻ അല്ല, എന്താണ്, വോയിഡ് ആണ്. വോയിഡ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം, നത്തിങ്, നള്ളാണ് ശരിക്കും അല്ലേ, ശൂന്യം. സോ വോയിഡ് മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആവശ്യമില്ല, റിട്ടേൺ ആവശ്യമില്ല. അപ്പം റിട്ടേൺ ആവശ്യമുള്ള സ്ഥലവും റിട്ടേൺ ആവശ്യമില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ കേസുകൾ ശരിക്കും മനസ്സിലാക്കുക. മെയിൻ ഇൻഡ് ആണോ എന്താവശ്യമുണ്ടാവും, റിട്ടേൺ ആവശ്യമുണ്ടാവും. മെയിൻ വോയിഡ് ആണെങ്കിൽ റിട്ടേൺ ആവശ്യമില്ല. ഇനി മെയിൻ വോയിഡ് ഉള്ളതിനെ നമുക്ക് പരിധി കൊടുക്കാം. അപ്പോൾ ഇവിടെ വോയിഡ് മെയിൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വീണ്ടും വോയിഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊന്നും കൊടുത്താൽ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കുക, മെയിൻ്റെ തൊട്ട് മുന്നിലുള്ളത് വോയിഡ് ആണോ ഇൻഡ് ആണോ നോക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ എന്താണ്, വോയിഡ് ആണ്. ഉണ്ടെങ്കിൽ റിട്ടേൺ ഉണ്ടെങ്കിൽ എന്തായാലും ഇൻഡെന്നോ അല്ലെങ്കിൽ ഫ്ലോട്ട് എന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒരു സി പ്രോഗ്രാമിങ്, അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ എക്സാമ്പിൾ, എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷന്. ഇത് ടോപ്പ് ടു ബോട്ടമാണ് എക്സിക്യൂഷന്. കാരണം സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ടോപ്പ് ടു ബോട്ടമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ രണ്ടാമത്തെ ലൈന്, മൂന്നാമത്തെ ലൈന്, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, മെയിൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴും സി പ്രോഗ്രാമിങ്ങിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക മെയിൻ നിന്നാണ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അവിടെ നിന്നാണ് സി പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ ശരിക്കൊരു വ്യക്തത വരുത്തുക. ഓക്കെ, താങ്ക് യു.